എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയിൽ നിരവധി ആൾക്കാർക്കാണ് 20ാമത്തെ ഗഡുവിനം മുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ 20ാമത്തെ ഗഡുവിനം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് PFMSൻ്റെ അകത്ത് റിജക്ഷൻ വന്നിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് മുടങ്ങിയിട്ടുള്ളവർ. കാരണം നമുക്ക് ഓൾറെഡി അവർ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വിട്ടിരുന്നു. നമ്മൾ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇൻഎലിജിബിലിറ്റി നിങ്ങൾക്ക് വന്നത്. ആ ഇൻഎലിജിബിലിറ്റി വന്നവരെയാണ് അവിടെ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ആ റിജക്റ്റ് അങ്ങനെ ചെയ്തിട്ടുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അതെല്ലാ വിഷയങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ളവർക്ക് വരുന്ന മാസം 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് എത്ര ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഗഡുക്കൾ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ 20ാമത്തെ ഗഡു ക്ലിയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വരുന്നതാണ്. PFMS രജിസ്റ്റർ വന്നിരിക്കണം. അത് വരാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21ാമത്തെ ഗഡുവിൻ്റെ കൂടെ മാത്രമേ വരികയുള്ളൂ. കാരണം PFMS റിജക്ഷൻ വരിക എന്നുള്ളത് ഓൾറെഡി അവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരുന്നു. 20ാമത്തെ ഘടകത്തിൽ ഓൾറെഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ പേയ്മെന്റ് ഇപ്പോൾ വരുന്നത്. ആ ഒരു PFMS റിജക്ഷൻ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21ാമത്തെ ഗഡുവിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനി PM കിസാൻ സമ്മാൻ നിധി വിതരണം ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അടുത്ത മാസം 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എത്തുന്നതാണ്. അത് നമുക്ക് മുന്നറിയിപ്പൊന്നുമില്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ അക്കൗണ്ട് തുക വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തവർക്കാണ് 20ാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം കൃഷി ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അത് ഉടൻ തന്നെ എത്തും, അല്ലെങ്കിൽ യാതൊരു വിഷയങ്ങളുമില്ല എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ റെക്കോർഡ്സിനകത്ത് വന്നിരിക്കുന്ന ഇൻഎലിജിബിലിറ്റിയാണ്. ആ ഇൻഎലിജിബിലിറ്റി നിങ്ങൾ ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ആ ഒരു തുക ലഭിക്കില്ല. റവന്യൂ റെക്കോർഡ്സിനകത്ത് നമുക്ക് കരമടയ്ക്കുന്നത് നമ്മുടെ പേരിലായാലും റവന്യൂ ലാൻഡ് റെക്കോർഡ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് അവിടെ ഉണ്ടാവാം. ആ മിസ്മാച്ച് കാരണമാണ് നിങ്ങൾക്ക് തുക വിതരണം മുടങ്ങിയിട്ടുള്ളത്. അതെന്താണെന്ന് കണ്ടെത്തി നിങ്ങളത് ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല. ഇത് ഓൾറെഡി തന്നെ കേന്ദ്രം ഇതൊക്കെ തീരുമാനിക്കും. നമുക്ക് ലാൻഡ് സീഡിംഗ് പോലെ തന്നെ ഇപ്പോൾ ഈ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാൻ പറഞ്ഞൊരു സെൻട്രൽ ID നമുക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ റെക്കോർഡ്സിനകത്ത് നമ്മൾ ഇപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് തന്നെയാണ്. കാരണം ഓൾറെഡി ഒരു KYC ആണ് അവിടെ അപ്ഡേറ്റ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ റവന്യൂ റെക്കോർഡ്സിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. നമ്മുടെ സർവേ നമ്പരും ബ്ലോക്ക് നമ്പറും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. പലരും അത് ശ്രദ്ധിക്കില്ല. അവിടെ ഏതൊക്കെ പേരാണ് അല്ലെങ്കിൽ നമ്മുടെ പേര് തന്നെയാണോ എന്ന് നോക്കാതെ തന്നെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം തെറ്റാണെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് ഇനി PM കിസാൻ സമ്മാൻ 20ാമത്തെ ഗഡു ലഭിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഓണമാസ പെൻഷൻ 3200 രൂപ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ബാങ്ക് അവധിയായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ മുതൽ മാത്രമായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നത്. മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് മസ്റ്ററിങ്ങിന് അധികം സമയമില്ല. പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്